ഗായത്രി ബിജുവായി ജനാർദ്ദനോട് സംസാരിച്ചുകൊണ്ട് അവൾ ആ ദിവസങ്ങൾ വളരെ പ്രയാസപ്പെട്ട് തള്ളി നീക്കി. അതിനിടയിൽ പരീക്ഷകൾ വന്നതോടെ പഠന തിരക്കുകളിൽ അവൾ മുഴുകിപ്പോയി. ആ തിരക്കിനിടയിൽ തൻ്റെ ആർത്തവചക്രത്തിൽ വന്ന മാറ്റങ്ങളോ മാസമുറ തെറ്റിയതോ അവൾ ഒട്ടും ശ്രദ്ധിച്ചില്ല. 3 മാസങ്ങൾ പിന്നിട്ടപ്പോൾ അവളുടെ ഉള്ളിൽ രൂപം കൊണ്ട ജനാർദ്ദൻ്റെ അംശം ശാരീരികമായ അസ്വസ്ഥതകളായി പുറത്തു വന്നു തുടങ്ങി. അമിതമായ ക്ഷീണവും ഛർദിയും തലകറക്കവും അവളെ തളർത്തി. ഒരാഴ്ചയോളമായി മകളുടെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടുനിന്ന അമ്മ വേലായുധനോട് ഗായത്രിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിയിച്ചു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു രൂപവുമില്ലാത്ത ഗായത്രി ഒടുവിൽ അച്ഛനോടൊപ്പം ആശുപത്രിയിലേക്ക് തിരിച്ചു. അവൾ അവിടെ ചെന്ന് ആ ദിവസം ഡോക്ടർ വന്ന് അവളുടെ നാഡി പരിശോധിച്ചു. ശേഷം ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി. വേലായുധൻ സർ, നിങ്ങളുടെ മകൾ ഒരു അമ്മയാകാൻ പോവുകയാണ്. ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ടതും അദ്ദേഹത്തിൻ്റെ മുഖം വിളറി വെളുത്തു. നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്തു ചെയ്യണമെന്നോ ഏത് ദിശയിലേക്ക് നീങ്ങണമെന്നോ അറിയാതെ അദ്ദേഹം തരിച്ചു നിന്നു. ആ കടുത്ത ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വേലായുധൻ ഗായത്രിയുടെ കരണത്തടിച്ചു. എന്തു പറ്റിയച്ചാ എന്നൊന്നും അറിയാത്ത ഭാവത്തിൽ നിഷ്കളങ്കമായി ചോദിച്ച മകളുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവളോട് അലിവ് തോന്നി. അവളുടെ ഭാവി ഓർത്ത് മനസ്സ് നീറി. ഭാരപ്പെട്ട ഹൃദയത്തോടെ അദ്ദേഹം മകളെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഉടൻ വേലായുധൻ സുഭദ്രയോട് കാര്യങ്ങൾ വിവരിച്ചു. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ അവർ ഭയന്നുപോയി. ഒടുവിൽ അദ്ദേഹം തന്നെ സുഭദ്രയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അരുത്, ബഹളം വെക്കരുത്. പിറ്റേന്ന് രാവിലെ സുഭദ്ര ഗായത്രിയുടെ അരികിൽ വന്നിരുന്നു. ഗായത്രിയുടെ കണ്ണുകളിൽ അപ്പോഴും ഭയമായിരുന്നു. സുഭദ്ര പതുക്കെ അവളോട് ചോദിച്ചു, ആരാണ് ആ പയ്യൻ ഗായത്രി? സത്യം പറയൂ, ആരെക്കുറിച്ചാണ് അമ്മേ പറയുന്നത്? അച്ഛൻ എന്തിനാണ് ആശുപത്രിയിൽ വെച്ച് എന്നെ തല്ലിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗായത്രി കരച്ചിലിൻ്റെ വക്കിലെത്തി. സുഭദ്ര അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. കൈന്നത്ര ശാന്തമായി പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല. നിന്റെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നുണ്ട്. നീ ഒരു ഗർഭിണിയാണ്. ഇനിയെങ്കിലും പറയൂ, ആരാണ് ഇതിന് ഉത്തരവാദി? ആ വാക്കുകൾ കേട്ട് ഗായത്രി തകർന്നുപോയി. വിറക്കുന്ന ശബ്ദത്തിൽ അവൾ മറുപടി നൽകി, അമ്മേ, അത് പ്രമുഖ വ്യവസായിയായ വിശ്വനാഥൻ്റെ മൂത്ത മകൻ ജനാർദ്ദനാണ്. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വന്ന് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഭയവും പ്രതീക്ഷയും കലർന്ന ഗായത്രിയുടെ ആ വാക്കുകൾ കേട്ട് സുഭദ്ര എന്ത് പറയണമെന്നറിയാതെ നിശബ്ദമായി നിന്നു. വ്യവസായിയായ വിശ്വനാഥനെ വേലായുധന് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒട്ടും സമ്മതിച്ചില്ല. ഗൗരവഭാവത്തോടെ അകത്തേക്ക് വന്ന വേലായുധൻ സുഭദ്രയോട് കൽപ്പിച്ചു, സുഭദ്ര, നീയും മോളും 2 ജോഡി വസ്ത്രങ്ങൾ പാക്ക് ചെയ്ത് പെട്ടെന്ന് തയ്യാറാകൂ. ഞാൻ ഇന്നലെ ശേഖറിന് ടെലിഗ്രാം അയച്ചിരുന്നു. നാളെ ശേഖർ എത്തിയ ഉടൻ തന്നെ അവൻ്റെ കൂടെ നിങ്ങൾ കൊച്ചിയിലേക്ക് പോകണം. അവിടെ വെച്ച് ഈ പാപം കഴുകിക്കളഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമ്മുടെ ജാതിയിലുള്ള ഒരു പയ്യനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കണം. ഗായത്രിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അച്ഛൻ്റെ കടുത്ത തീരുമാനം കേട്ട് നടുങ്ങിയ ഗായത്രി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, അച്ഛാ, എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. ജനാർദ്ദൻ വരുന്നതുവരെ ഒന്ന് ക്ഷമിക്കൂ. ഈ കുഞ്ഞിൻ്റെ മേൽ അദ്ദേഹത്തിനും അവകാശമുണ്ട്. വയറ്റിലെ കുഞ്ഞിനെ കളഞ്ഞ് അച്ഛന് കാണിച്ചു തരുന്ന ആളെ വിവാഹം കഴിക്കൂ എന്ന് സുഭദ്രയെ മകളെ ആജ്ഞാപിച്ചു. ഗായത്രിയുടെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചുപോയി. അന്ന് രാത്രി തൊഴുത്തിൽ തീറ്റ കൊടുക്കുകയായിരുന്ന ബിജുവിനെ ഗായത്രി രഹസ്യമായി വിളിച്ചു. വസ്ത്രങ്ങൾ ഉണക്കാനിടാനെന്ന വ്യാജേന മട്ടുപാവിലെത്തിയ അവൾ ബിജുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയെങ്കിലും വിവരങ്ങൾ ജനാർദ്ദനെ അറിയിക്കണമെന്ന് അവൾ അവനോട് കെഞ്ചി. വീട്ടുകാർ അവളെ പുറത്താക്കിയ രേഷ്മയുടെ വീട്ടിൽ അഭയം പ്രാപിക്കുമെന്നും ബിജുവിനോട് അവൾ പറഞ്ഞു. നീ പേടിക്കേണ്ട ഗായത്രി, നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കൂ. ജനാർദ്ദൻ വന്ന് നിന്നെ വിവാഹം കഴിക്കും. ബിജു അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി കോയമ്പത്തൂരിലെത്തും. നാളെ കളമശ്ശേരിയിൽ വരും. ഗായത്രിയെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ ഇങ്ങോട്ട് അയക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ബോംബെയിലേക്ക് പോയിരിക്കുകയാണ്, ജനാർദ്ദൻ പറഞ്ഞു. പാൽ കൊടുക്കാനെന്ന പേരിൽ വേലായുധൻ്റെ വീട്ടിലെത്തിയ ബിജു ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ വിവരം എഴുതി ഗായത്രിയുടെ കയ്യിൽ കൊടുത്തു. അവൾ അത് ബ്ലൗസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ബാത്റൂമിൽ പോയി അത് വായിച്ചു. അതോടെ അവളുടെ പേടി മാറി. ജനാർദ്ദൻ വരുന്നുണ്ടെന്ന വാർത്ത അതുവരെ അവൾക്കുണ്ടായിരുന്ന ടെൻഷൻ ഇല്ലാതാക്കി. അന്ന് രാത്രി അവൾ സമാധാനമായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ ശേഖർ വീട്ടിലേക്കെത്തി. എല്ലാവരുടെയും മുഖത്തൊരു വിഷമം നിഴലിക്കുന്നത് ശ്രദ്ധിച്ച ശേഖർ ഉള്ളിലേക്ക് പോയി കുളിച്ചു. ശേഷം അമ്മ കൊടുത്ത കാപ്പി കുടിച്ച് ഗായത്രിയെയും രേണുകയും ഒന്ന് നോക്കി. എന്താ അമ്മയുണ്ടായത്? എന്താ എല്ലാവരും ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്ന് അവൻ ചോദിച്ചു.
തൻ്റെ മകൻ്റെ ദേഷ്യത്തെക്കുറിച്ച് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. വേലായുധൻ പഞ്ചായത്തുണ്ടെന്നും പറഞ്ഞ് പോയിരിക്കുകയാണ്. നിന്റെ അച്ഛൻ സംസാരിച്ചോളും ശേഖർ. രാത്രി മുഴുവൻ ആ ട്രെയിനിൽ നിനക്ക് ഉറങ്ങാൻ പറ്റിയാവോ? കുറച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അമ്മ ഒരു പ്ലേറ്റിൽ ഉപ്പുമാവ് വിളമ്പിക്കൊടുത്തു. അവൻ അത് കഴിച്ചതിന് ശേഷം ഒന്ന് വിശ്രമിക്കാനായി കിടന്നു. അതേസമയം കോയമ്പത്തൂരിൽ ജനാർദ്ദൻ എത്തി. ആദ്യം നീ ഭക്ഷണം കഴിക്ക് ശേഖർ. നീ എനിക്കൊരു സഹായം ചെയ്യണം. അതിനാണ് നിന്നെ ഞാൻ വിളിച്ചത്. ആഹാരം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, വേലായുധൻ പറഞ്ഞു. രാവിലെ മുതൽ പഞ്ചായത്ത് കാര്യങ്ങളും കഴിഞ്ഞ് വയലിലും പോയി വന്ന വേലായുധൻ വല്ലാതെ തളർന്നിരുന്നു. അച്ഛൻ്റെ മുഖത്തെ ആ ക്ഷീണം കണ്ടപ്പോൾ ശേഖർ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. സുഭദ്ര അവൾക്ക് ഭക്ഷണം വിളമ്പി. മകൻ വന്ന സന്തോഷത്തിൽ അവൾ കോഴിയെ അറുത്ത് കറി വെച്ചിരുന്നു. എന്നാൽ ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നതും മസാലയുടെ മണം അടിച്ചപ്പോൾ ഗായത്രിക്ക് ഓക്കാനും വന്നു. അവൾ വേഗം പുറകിലെ വാതിലൂടെ ഓടിപ്പോയി ഛർദ്ദിച്ചു. ഗായത്രിക്ക് എന്തു പറ്റി അമ്മേ? അവൾക്ക് കോഴിക്കറി വലിയ ഇഷ്ടമായിരുന്നല്ലോ, ശേഖർ സംശയത്തോടെ ചോദിച്ചു.